സ്വാമിയുടെ ലിംഗഛേദനത്തിൽ ഇന്ന് പോലീസ് കൂടുതൽ പേരുടെ മൊഴിയെടുക്കും. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ സ്വാമി ഗംഗേശാനന്ദയുടെ വിശദമായ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തും. പെൺകുട്ടിയുടെ രഹസ്യമൊഴി വനിതാ മജിസ്ട്രേറ്റ് എടുത്തതിന് പിന്നാലെയാണ് കൂടുതൽ പേരുടെ മൊഴിയെടുക്കാൻ പോലീസ് ഉദ്ദേശിക്കുന്നത്. അന്വേഷണം സിറ്റി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നുണ്ട്. സ്വാമിയുടെ ജനനേന്ദ്രിയം വെട്ടിയ സംഭവത്തിൽ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. ആരോഗ്യനില പരിശോധിച്ച ശേഷം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ഇന്ന് സ്വാമി ഗംഗേശാനന്ദ തീർത്ഥപാദരുടെ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് ആദ്യം ഉദ്ദേശിക്കുന്നത്. ഉണ്ടായ സംഭവങ്ങളിൽ ചില വ്യക്തതകൾ വേണ്ടതുണ്ടെന്ന വിലയിരുത്തലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ളത്. യുവതിയുടെ ഭാഗത്തു നിന്ന് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെ കാരണമാണ് പോലീസ് തേടുന്നത്. വൈകിട്ടോടെ യുവതിയെ വനിതാ മജിസ്ട്രേറ്റിന്റെ മുന്നിലെത്തിച്ച് രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. നാളുകളായി തുടർന്നു വന്ന പീഡനത്തിൽ നിന്നും രക്ഷ തേടുന്നതിനായി ആത്മരക്ഷാർത്ഥമാണ് കൃത്യം നിർവഹിച്ചതെന്നാണ് യുവതിയുടെ വിശദീകരണം. ആവശ്യമെങ്കിൽ പെൺകുട്ടിയുടെ അച്ഛൻ്റെയും സഹോദരൻ്റെയും മൊഴിയും രേഖപ്പെടുത്തും. മൊഴി രേഖപ്പെടുത്തിയ ശേഷം മെഡിക്കൽ കോളേജിലെ പോലീസ് സെല്ലിലേക്ക് പ്രതിയെ മാറ്റാനാണ് പോലീസിന്റെ തീരുമാനം. ആവശ്യമെങ്കിൽ പെൺകുട്ടിയുടെ അച്ഛൻ്റെയും രേഖപ്പെടുത്തും. മാതാവിൻ്റെ മൊഴിയിൽ ചില പൊരുത്തക്കേടുകളുള്ളതിനാൽ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യും. സ്വാമിയെ ആക്രമിച്ച സംഭവത്തിൽ പെൺകുട്ടിക്കെതിരെ ആദ്യം കേസെടുക്കാൻ തീരുമാനിച്ചെങ്കിലും IG മനോജ് എബ്രഹാമിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ബലാത്സംഗ കേസിന്റെ ഭാഗമായി ഇത് അന്വേഷിച്ചാൽ മതിയെന്ന നിലയിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം അന്വേഷണ സംഘത്തിൽ മാറ്റം വരുത്താനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ആലോചനയുണ്ട്. ഒരു അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ സിറ്റി ക്രൈംബ്രാഞ്ചിനെ കേസന്വേഷണം ഏൽപ്പിക്കുന്നതിനാണ് പോലീസിൽ ആലോചന സജീവമായിരിക്കുന്നത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച സ്വാമി ഗംഗേശാനന്ദ തിരുവനന്തപുരത്തെത്തിയത് സംഘപരിവാർ പ്രവർത്തനങ്ങൾക്കായി. ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് 2008 നടന്ന സമരത്തിന് നേതൃത്വം വഹിക്കാനാണ് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ക്ഷണപ്രകാരം ഗംഗേശാനന്ദ തീർത്ഥപാദ സ്വാമി കണ്ണമൂലയിലെത്തിയത്. സമരം നടക്കുന്ന വേളയിലെല്ലാം ഗംഗേശാനന്ദ താമസിച്ചിരുന്നത് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ വീട്ടിലായിരുന്നു. ചട്ടമ്പി സ്വാമിയുടെ ജന്മദേശമായ തിരുവനന്തപുരം കണ്ണമൂലയിലെ തറവാട് വീടും സ്ഥലവും സ്വന്തമാക്കാനുള്ള സ്വകാര്യ വ്യക്തിയുടെ ശ്രമത്തിനെതിരെയും ജന്മസ്ഥലം മറ്റ് നിർമ്മാണ പ്രവർത്തനത്തിനായി IPS കൂടിയായ ഈ വ്യക്തി ഉപയോഗിക്കുകയാണെന്നും ഇതിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട 2008 കണ്ണമൂലയിൽ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ നടപടിക്കെതിരെ സമരവുമായി പരിസരവാസികളും ചട്ടമ്പി സ്വാമിയുടെ ഭക്തരും രംഗത്തെത്തിയെങ്കിലും സമരം ഏറ്റെടുക്കാനോ സമരക്കാർക്ക് പിന്തുണ നൽകാനോ NSS നേതൃത്വം അന്ന് തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് സമരം നടത്തുന്നവർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച സമരം ശക്തിപ്പെടുത്തുന്നതിനുള്ള സഹായ അഭ്യർത്ഥനയുമായി പന്മന ആശ്രമത്തെ സമീപിച്ചത്. അന്ന് ആശ്രമത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഗംഗേശാനന്ദ തീർത്ഥസ്വാമിയെ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പരിചയപ്പെടുകയും നേതൃത്വം ഏറ്റെടുക്കാൻ ക്ഷണിക്കുകയുമായിരുന്നു. ലൈംഗിക പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അന്നത്തെ കൂടിക്കാഴ്ചയിൽ സ്വാമിയെ കൂടുതൽ അടുത്തു പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിക്കാനും മറന്നില്ല. പിന്നീട് സമരം ചെയ്യാനായി നേതൃത്വം ഏറ്റെടുത്ത സംഘപരിവാർ പ്രവർത്തനത്തിനായി ഗംഗേശാനന്ദ കണ്ണമൂലയിലെത്തിയപ്പോൾ സ്വാമി താമസിച്ചിരുന്നത് പെൺകുട്ടിയുടെ വീട്ടിലായിരുന്നു. ആദ്യം അമ്മയെ ലൈംഗികമായി പലതവണ ഉപയോഗിച്ച ഗംഗേശാനന്ദ ഒടുവിൽ അമ്മയുടെ സഹായത്തോടെ തന്നെ മകളെയും തൻ്റെ ഇംഗിതങ്ങൾക്കായി ഉപയോഗിച്ചു. 14 വയസ്സുള്ളപ്പോഴാണ് തന്നെ സ്വാമി ലൈംഗികമായി പീഡിപ്പിച്ചതെന്നും പിന്നീട് 5 വർഷത്തിലധികമായി സ്വാമിയുടെ പീഡനം തുടരുകയായിരുന്നുവെന്നാണ് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ അച്ഛന് പക്ഷാഘാതം വന്നപ്പോൾ ആയുർവേദ ചികിത്സയ്ക്കെന്ന വ്യാജേന വീട്ടിലെത്തിയാണ് സ്വാമി പീഡനം തുടർന്നത്. പെൺകുട്ടിയുടെ കണ്ണമൂലയിലെ വീട്ടിൽ സ്വാമിക്ക് പ്രത്യേക മുറിയും സ്ഥിരമായി നൽകിയിരുന്നു. ചട്ടമ്പി സ്വാമിയുടെ ജന്മഗൃഹം സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി ഗംഗേശാനന്ദ തീർത്ഥസ്വാമി കൊല്ലം മുതൽ കണ്ണമൂല വരെ രഥയാത്രയും നടത്തിയിരുന്നു. അതേസമയം ഗംഗേശാനന്ദ തീർത്ഥസ്വാമിയുടെ ലിംഗം ഛേദിച്ചുവെന്ന വിവരം പെൺകുട്ടിയും അമ്മയുമൊത്ത് അയൽവാസിയായ IPS ഉദ്യോഗസ്ഥയോടാണ് ആദ്യം പറഞ്ഞതെന്നും പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജനനേന്ദ്രിയം മുറിക്കപ്പെട്ട സംഭവത്തിൽ പ്രതിയായ സ്വാമിയുടെ RSS ബന്ധം സ്ഥിരീകരിച്ച നാട്ടുകാരും എറണാകുളം കോലഞ്ചേരിയിൽ ഇടയ്ക്കിടെ എത്താറുള്ള ഗംഗേശാനന്ദ തീർത്ഥപാദർ എന്ന ഹരിസ്വാമി RSS BJP പരിപാടികളിൽ പങ്കെടുക്കാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇദ്ദേഹത്തിന് പങ്കാളിത്തമുള്ള ഹോട്ടൽ BJP പ്രവർത്തകരുടെ സങ്കേതമാണെന്നും നാട്ടുകാർ വെളിപ്പെടുത്തി. കോട്ടയം നെടുങ്കുന്നം സ്വദേശിയായ ഹരികുമാർ കോലഞ്ചേരിയിൽ ദൈവസഹായം എന്ന ഹോട്ടൽ നടത്തിയിരുന്ന അച്ഛനെ സഹായിക്കാനാണ് ആദ്യം ഇവിടെ എത്തിയത്. പിന്നീട് ഇയാളുടെ കുടുംബം പട്ടിമറ്റത്തേക്ക് താമസം മാറ്റി. ഇവിടെ നിന്നും ഒരു ദിവസം അപ്രത്യക്ഷനായ ഹരികുമാർ പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷം ഹരിസ്വാമിയായാണ് തിരിച്ചു വന്നത്. നാട്ടിൽ ഇടയ്ക്കിടെ ശുഭ്രവസ്ത്രം ധരിച്ചെത്തുന്ന സ്വാമി ആഡംബര കാറിലോ ബുള്ളറ്റിലോ ആയിരിക്കും കറക്കം. ബുള്ളറ്റ് സ്വാമി എന്നറിയപ്പെടുന്ന ഗംഗേശാനന്ദ തീർത്ഥപാദർ RSS BJP പരിപാടികളിൽ പങ്കെടുക്കാറുണ്ടെന്ന് നാട്ടുകാരനായ അജിത്ത് പറഞ്ഞു. BJPയുടെയും അതുപോലെ RSSന്റെയും പ്രവർത്തകനും ഒളിഞ്ഞും തെളിഞ്ഞും ഈ പ്രദേശത്ത് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ദൈവസഹായ അല്ലെങ്കിൽ ജ്യോതി ഹോട്ടൽ എന്ന് പറയുന്നത് RSSന്റെ
ഒരു പ്രവർത്തന കേന്ദ്രമാണ്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ഒരു പയ്യൻ BJPയുടെ വാർഡിലേക്ക് ഇന്ന് മത്സരിക്കുകയും 12 വോട്ട് കിട്ടുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. ജ്യോതി ഹോട്ടൽ സ്വാമിയുടെ ഹോട്ടലാണല്ലോ. അപ്പോൾ ജ്യോതി ഹോട്ടൽ എന്ന് പറയുന്നത് ഒരു BJP സങ്കേതമാണ്. ഇയാളുടെ കുടുംബാംഗങ്ങൾ ശക്തമായ BJP അനുഭാവികളാണെന്നും അയൽവാസികൾ സ്ഥിരീകരിക്കുന്നു. കോലഞ്ചേരിയിലും ചൂണ്ടിയിലുമായി 4 ഹോട്ടലുകൾ തുടങ്ങിയ സ്വാമി ബിസിനസ് പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നും പണം തട്ടിയതായും ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലയോര ജനതയുടെ പതിറ്റാണ്ടുകളായുള്ള പട്ടയ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാകും. മണ്ണിന്റെ അവകാശികളായി മാറുന്ന ആയിരങ്ങളെ സാക്ഷികളാക്കി കട്ടപ്പനയിൽ പട്ടയ വിതരണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. ഇടത് സർക്കാരിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നാണ് ഇതോടെ സഫലമാകുന്നത്. 10,000 പേർക്ക് ഉപാധിരഹിത പട്ടയം ലഭ്യമാക്കാനാണ് ഇടത് സർക്കാരിന്റെ തീരുമാനം. ഇതിൽ 5,000 പേർക്കാണ് ഉടൻ പട്ടയം നൽകുക. 1977 ജനുവരി 1 മുമ്പ് ഭൂമിയിൽ താമസമാക്കിയവരും കൈവശക്കാരും പിന്തുടർച്ചയായി കൈമാറിയവരുമായ കർഷകർക്കാണ് പട്ടയം ലഭിക്കുക. 1993ലെയും 1966ലെയും ഭൂമി പതിവ് ചട്ടപ്രകാരം പട്ടയം നൽകും. കട്ടപ്പന സെന്റ് ജോർജ് ചർച്ച് പാരിഷ് ഹാളിൽ രാവിലെ 11-നാണ് ചടങ്ങ്. പട്ടയ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മന്ത്രിമാരായ MM മണി, E ചന്ദ്രശേഖരൻ, K രാജു, ജോയ്സ് ജോർജ് MP, ജില്ലയിലെ MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. സർക്കാരിന്റെ 1ാം വാർഷികത്തിന്റെ ഭാഗമായി ജനങ്ങൾക്ക് നൽകുന്ന ഉപഹാരമായാണ് LDF പട്ടയമേളയെ വിശേഷിപ്പിക്കുന്നത്. ഇടതുമുന്നണിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഉപാധിരഹിത പട്ടയ വിതരണം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സംതൃപ്തമായ സിവിൽ സർവീസാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജീവനക്കാർ പൊതുജന സേവകരാകണമെന്നും റാന്നി മിനി സിവിൽ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. സംതൃപ്തമായ സിവിൽ സർവീസാണ് സർക്കാർ ലക്ഷ്യം. ജീവനക്കാർ പൊതുജന സേവകരാക്കണം. പൊതുജന സേവനം ശരിയായ രീതിയിൽ നടത്തുന്ന ജീവനക്കാരെ സർക്കാർ സംരക്ഷിക്കുമെന്നും വഴിവിട്ട് നടപടി സ്വീകരിക്കുന്ന ജീവനക്കാർക്ക് സർക്കാരിന്റെ യാതൊരുവിധ പിന്തുണയും ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ സർവീസിൽ ജോലി ചെയ്യുമ്പോൾ അത് പൊതുജന സേവനമാണ് എന്ന ധാരണയിൽ കാര്യങ്ങൾ നീക്കാൻ നമുക്കാവണം. അങ്ങനെ വന്നാൽ നമ്മുടെ മുന്നിൽ വരുന്ന ഒരാളോട് പരുഷമായി സംസാരിക്കാൻ ഇടവരില്ല. കാര്യങ്ങൾ ശരിയായ രീതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. കാര്യങ്ങൾ കൃത്യമായി വ്യക്തതയോടെ ഒരു ഈർഷ്യ തോന്നാതെ പറയുക എന്നത് വളരെ പ്രധാനമാണ്. ഇതായിരിക്കണം നാം പൊതുവെ സ്വീകരിക്കുന്ന സമീപനം. സംസ്ഥാന സർക്കാരിന്റെ 1ാം വാർഷികാഘോഷത്തിന്റെ ആദ്യ പരിപാടിയായിരുന്നു റാന്നിയിലെ മിനി സിവിൽ സ്റ്റേഷൻ ഉദ്ഘാടനം. മാർത്തോമ വലിയ മെത്രാപ്പോലിത്ത ക്രിസോസ്റ്റം തിരുമേനിയുടെ ക്യാൻസർ എന്ന അനുഗ്രഹം പുസ്തക പ്രകാശനവും ഒരു നേരമെങ്കിലും അന്നം പദ്ധതിയുടെ പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കുൽഭൂഷൺ ജാദവ് കേസിലെ തിരിച്ചടിക്ക് പിന്നാലെ അന്താരാഷ്ട്ര കോടതിയിൽ സ്വന്തം ജഡ്ജിയെ നിയമിക്കാൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു. അന്തിമ വിധിയെ അനുകൂലമാക്കുകയാണ് ലക്ഷ്യം. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ചട്ടങ്ങൾ പ്രകാരം ജഡ്ജിയെ നിയമിക്കാൻ കഴിയുമെന്നും പാകിസ്ഥാൻ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയുമായുള്ള നിയമയുദ്ധത്തിൽ വൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതിന്റെ ക്ഷീണം തീർക്കാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ. കേസ് വാദിക്കാനുള്ള അഭിഭാഷക സംഘത്തെ മാറ്റിയതിനു പിന്നാലെ കേസ് കേൾക്കുന്ന അന്താരാഷ്ട്ര കോടതിയുടെ ബെഞ്ചിൽ സ്വന്തം പ്രതിനിധിയായി ജഡ്ജിയെ ഉൾപ്പെടുത്താനുള്ള നീക്കം ആരംഭിച്ചു. സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് ദൽവീർ ഭണ്ഡാരി ഇന്ത്യയിൽ നിന്നുള്ള ജഡ്ജിയായി നെതർലാൻഡിലെ കോടതിയിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാനും ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര കോടതിയുടെ ആർട്ടിക്കിൾ 31 പ്രകാരം കോടതിക്ക് മുമ്പുള്ള കേസുകളിൽ അതാത് രാജ്യങ്ങൾക്ക് സ്വന്തം പ്രതിനിധിയെ അഡ്ഹോക്ക് ജഡ്ജിയായി നിയമിക്കാം. പക്ഷേ ഇക്കാര്യത്തിൽ നിർബന്ധമൊന്നുമില്ല. എന്നാൽ നിലവിൽ പല രാജ്യങ്ങളും സ്വന്തം ജഡ്ജിമാരെ നിയമിച്ചിട്ടുണ്ട്. നിക്കാരക്വ, കൊസ്റ്റാറിക്ക കേസിൽ ഇരു രാജ്യങ്ങളും ജഡ്ജിമാരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ബെഞ്ചിൽ ഉൾപ്പെടുത്തി. അമേരിക്ക, ഉഗാണ്ട രാജ്യങ്ങളും ഇങ്ങനെ ചെയ്തവരാണ്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാൻ നീക്കം. എന്നാൽ കേസ് ആരംഭിച്ച് ഇടക്കാല വിധിയും വന്നതിനു ശേഷം പാകിസ്ഥാൻ നടത്തുന്ന നീക്കം കോടതി അംഗീകരിക്കുമോ എന്ന് വ്യക്തമല്ല. എന്തായാലും കുൽഭൂഷൺ കേസ് ജയിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് പാകിസ്ഥാൻ. ന്യൂസ് ബ്യൂറോ, ദില്ലി. GST നടപ്പിലാക്കുമ്പോൾ നികുതി കുറയുന്നതിന്റെ ഫലം സാധാരണക്കാരന് ലഭിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ധനകാര്യമന്ത്രി തോമസ് ഐസക്. ഇല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് മാത്രമായിരിക്കും GSTയുടെ ഗുണം ലഭിക്കുകയെന്നും തോമസ് ഐസക് പറഞ്ഞു. 18ഉം 19ഉം തീയതികളിലായി ശ്രീനഗറിൽ നടന്ന യോഗത്തിൽ GST അടിസ്ഥാനമാക്കിയുള്ള നികുതി നിരക്കുകൾക്ക് അന്തിമ രൂപം നൽകിയിരുന്നു. ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും വൻ നിരക്ക് കുറവ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതിന്റെ ഗുണഫലം സാധാരണക്കാർക്കും ലഭിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വേണമെന്നും ധനമന്ത്രി തോമസ് ഐസക് ദില്ലിയിൽ പറഞ്ഞു. നിലവിലുള്ള നികുതി നിരക്കും പുതിയ നികുതി നിരക്കും കേന്ദ്ര സർക്കാർ പരസ്യപ്പെടുത്തണം.
പരമാവധി വില എത്രയാണെന്ന കണക്കും സംസ്ഥാനങ്ങൾക്ക് നൽകണം. എന്നാൽ മാത്രമേ വില കുറച്ചുവെന്ന് ഉറപ്പുവരുത്താൻ കഴിയൂ. നിലവിൽ GST മുന്നിൽ കണ്ട് കോർപ്പറേറ്റുകൾ വൻതോതിൽ വില വർദ്ധിപ്പിക്കുകയാണ്. പിന്നീട് കുറച്ചുവെന്ന് കാണിക്കാനാണിത്. ഇത് തടഞ്ഞില്ലെങ്കിൽ GST വൻകിട കമ്പനികളെ സഹായിക്കാൻ മാത്രമേ ഉപകരിക്കൂ. MRP എത്രയാണോ നികുതി കുറച്ചത് അത്രയും കുറക്കാനായിട്ട് കോർപ്പറേറ്റുകൾ തയ്യാറാവും. അല്ലാത്ത പക്ഷം അങ്ങനെയുള്ളവരുടെ മേലെ ആൻറ്റി പ്രോഫിറ്റിയറിംഗ് ക്ലോസ് വെച്ചുകൊണ്ട് നടപടി സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. ഇല്ലാത്ത പക്ഷം GST എന്ന് പറയുന്നത് വിൻഫോൾ ഗെയിൻ ഫോർ ദി കോർപ്പറേറ്റ്സ് അതായിരിക്കും. അതുകൊണ്ട് കേരളം ശക്തമായിട്ട് ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നതാണിത്. ജൂൺ 3 ചേരുന്ന യോഗത്തിൽ ഇത് ചർച്ച ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുള്ളതാണ്. നികുതി കുറയുന്നതോടെ ആദ്യ വർഷം രാജ്യമൊന്നടങ്കം 1 ലക്ഷം കോടി രൂപയുടെ നികുതി കുറവ് വരുമാനത്തിലുണ്ടാകും. ഉപഭോക്തൃ സംസ്ഥാനമായതിനാൽ കേരളത്തിന് കാര്യമായ നഷ്ടമുണ്ടാകില്ല. ക്യാമറ അടക്കമുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനാൽ കേരളത്തിലെ ചെക്ക് പോസ്റ്റുകൾ ജൂലൈക്ക് ശേഷവും ഡിസംബർ വരെ നിലനിർത്തും. സ്വർണത്തിന് 5%, ലോട്ടറിക്ക് 28% നികുതി വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രവാസി മലയാളികളുടെ പുനരധിവാസ പദ്ധതികൾക്ക് സഹായ വാഗ്ദാനവുമായി കേന്ദ്രമന്ത്രി രാംദാസ് അഠാവ്ലെ വാഷി കേരള ഹൌസിൽ സംഘടിപ്പിച്ച ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിലിന്റെ ആഗോള പ്രവാസി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ള പദ്ധതികൾക്ക് സഹായ വാഗ്ദാനവുമായി കേന്ദ്രമന്ത്രി രാംദാസ് അഠാവ്ലെ വാഷി കേരള ഹൌസിൽ സംഘടിപ്പിച്ച ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിലിന്റെ ആഗോള പ്രവാസി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയുടെ തൊഴിൽ വാണിജ്യ രംഗങ്ങളിലെ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്തേണ്ടത് അനിവാര്യമാണെന്നും ഗൾഫിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണുമെന്നും കൗൺസിൽ ചെയർമാൻ NK ഭൂപേഷ് ബാബു പറഞ്ഞു. ഈ കഴിഞ്ഞ ഒരു 10-15 കൊല്ലം കൊണ്ട് നിരവധി മഹാരാഷ്ട്രൻസ് അവിടെ കുടിയേറി പാർക്കുകയുണ്ടായിട്ടുണ്ട്. അവരുടെ ഇടയിലും പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ശക്തി പകരലാണ് നമ്മളിപ്പം ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മഹാരാഷ്ട്രയിൽ ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതര സംഘടനാ ഭാരവാഹികളും വ്യവസായികളും പങ്കെടുത്ത ചടങ്ങിൽ ഗ്ലോബൽ എക്സലൻസി പുരസ്കാര ദാനവും നടന്നു. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. കർഷക പ്രശ്നങ്ങൾ പരിഹരിക്കാനാകാതെ നാഥനില്ലാ കളരിയായി റബ്ബർ ബോർഡ്. പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ് കർഷകരും. വിരമിച്ച റബ്ബർ ബോർഡ് ജീവനക്കാരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും മുടങ്ങി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പെൻഷനേഴ്സ് അസോസിയേഷനും പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. ഊതിവീർപ്പിച്ച ഉൽപാദന കണക്കുകൾ നിരത്തി മേനി നടിക്കുന്നതല്ലാതെ കർഷകർക്ക് വേണ്ടി റബ്ബർ ബോർഡ് ഒന്നും ചെയ്യാൻ ഒരുക്കമല്ല. ജനപ്രതിനിധികൾ ഉൾപ്പെടെ 27 അംഗങ്ങൾ ഉണ്ടായിരുന്ന റബ്ബർ ബോർഡ് ഇല്ലാതായിട്ട് 2 വർഷം പിന്നിട്ടു. 15 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്ന സ്ഥിരം സെക്രട്ടറി തസ്തിക ഓർമ്മ മാത്രമായി. 2 മാസമായി ഫിനാൻസ് ഡയറക്ടറില്ല. പ്രതിസന്ധിയിൽപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കർഷകർ നട്ടം തിരിയുമ്പോഴും നാഥനില്ലാ കളരിയായി മാറിയ റബ്ബർ ബോർഡിന്റെ അവസ്ഥ ഇതാണ്. ഇവിടെ ജോലി ചെയ്ത് വിരമിച്ച ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നാളുകളായി മുടങ്ങിക്കിടക്കുകയാണ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരത്തിനൊരുങ്ങുകയാണ് ഇന്ത്യൻ റബ്ബർ ബോർഡ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. റബ്ബർ ബോർഡ് കൂടിയാണ് പെൻഷൻ തരുന്നതെങ്കിലും ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്ത പെൻഷൻ കൊടുക്കാന്നുള്ളത്. അവർക്ക് അതിൽ നിന്ന് ഒഴിയാൻ പറ്റുകയില്ല. പിന്നെ ഒഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് വന്നാൽ ഈ രാജ്യത്തെ നിലവിലുള്ള നിയമ സംഹിതകളനുസരിച്ച് പോരാടുക, പ്രവർത്തിക്കാൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നിലവിൽ റബ്ബർ ബോർഡിനുള്ള ബജറ്റ് ആനുകൂല്യം വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ ബോർഡിന്റെ ആസ്ഥാനം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇതിനു മുന്നോടിയായി എറണാകുളം, കോതമംഗലം മേഖലാ ഓഫീസുകൾക്ക് പൂട്ടുവീണു. റബ്ബർ മേഖലയുടെ വളർച്ചയ്ക്ക് സഹായകരമായിരുന്ന 26 സ്കീമുകൾ മുടങ്ങി. വരും ദിനങ്ങളിൽ സംസ്ഥാനത്തെ റബ്ബർ ഉൽപാദന മേഖല കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നതിന്റെ വ്യക്തമായ സൂചകങ്ങളാണിത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാസർഗോഡ് തൃക്കരിപ്പൂരിലെ എടച്ചാക്കായി ചെക്ക് ഡാം പുനർനിർമ്മാണം ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നു. 2 കോടിയോളം രൂപ ചെലവഴിച്ച് ചെറുകിട ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് തടയണ നിർമ്മാണം. 5 ഗ്രാമപഞ്ചായത്തുകളിലെ കൃഷിക്കും കുടിവെള്ളത്തിനും ഈ തടയണ പ്രയോജനപ്പെടും. 60 വർഷം മുമ്പ് ചെറുകിട ജലസേചന വകുപ്പ് എടച്ചാക്കയിൽ നിർമ്മിച്ച തടയണ കർഷകർക്ക് പ്രയോജനപ്പെടാത്ത സാഹചര്യത്തിലാണ് 2 കോടി രൂപ ചെലവഴിച്ച് പുനർനിർമ്മാണം യാഥാർത്ഥ്യമാക്കിയത്. ഏർപ്പുഴയിൽ എടച്ചക്കൈ കടവിൽ നിർമ്മിക്കുന്ന ഈ തടയണ കയ്യൂർ, ചെമ്മേനി, ചെറുവത്തൂർ, പിലിക്കോട്, പടന്ന, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തുകളിലെ കർഷകർക്കും പൊതുജനങ്ങൾക്കും പ്രയോജനപ്പെടും. കവായിപ്പുഴയുടെ കൈവഴിയായ ഏർപ്പുഴയിലൂടെ ഉപ്പുവെള്ളം എത്തുന്നത് തടയുകയും ശുദ്ധജല സംഭരണവുമാണ് എടച്ചക്കൈ തടയണയുടെ ലക്ഷ്യം. നടപ്പാത സൗകര്യത്തോടെയാണ് നിർമ്മാണം. 2 പതിറ്റാണ്ടായുള്ള നാട്ടുകാരുടെ ആവശ്യം യാഥാർത്ഥ്യമാക്കിയത് മുൻ തൃക്കരിപ്പൂർ MLA K. കുഞ്ഞിരാമന്റെ ഇടപെടലിലൂടെയാണ്. ഇപ്പം 10-20 വർഷത്തോളമായി ഉപ്പുവെള്ളം കയറുന്നതുകൊണ്ടും കൃഷി ചെയ്യാൻ മുതിരാതെ ഒരു അവസ്ഥയിലേക്ക് വരികയും ഉപ്പുവെള്ളം കയറ്റി നിൽക്കുന്നതുകൊണ്ട് കുടിക്കാൻ വരെ വെള്ളം കിട്ടാതെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അണക്കെട്ട് പൂർത്തീകരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യുവാനും അതുപോലെ മറ്റുള്ള നല്ല വെള്ളത്തിന്റെ ഉപയോഗം
കൂടുതൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 20 വർഷമായി തടയണ തകർന്ന നിലയിലായിരുന്നു. ഉപ്പുവെള്ളം കയറുന്നതിനാൽ കൃഷിയും നിലച്ചു. പ്രഭാകരൻ കമ്മീഷൻ വികസന പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് എടച്ചാക്കൈ തടയണ പുനർനിർമ്മാണത്തിന് ഫണ്ട് കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൗദി സന്ദർശനം തുടരുന്നു. സൗദിയും അമേരിക്കയും തമ്മിൽ $11,000 കോടി ആയുധ കരാറിൽ ഒപ്പിട്ടു. ട്രംപും സൗദി ഭരണാധികാരി സൽമാൻ രാജാവുമാണ് കരാറിൽ ഒപ്പിട്ടത്. ലോക സുരക്ഷയും സ്ഥിരതയും ശക്തമാക്കാൻ ട്രംപിന്റെ സൗദി സന്ദർശനം വഴിയൊരുക്കുമെന്ന് സൽമാൻ രാജാവ് അഭിപ്രായപ്പെട്ടു.